പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിജയൻ്റെ മകൾ വീണയെ ED മൂന്നാം തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനെ തുടർന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇന്ന് മനോരമ വിശദമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളയാൾ, അതാണ് ഒരു ചോദ്യചിഹ്നം. CMR എക്സാലോജിക്ക് അതാണ് കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ള ഒരാൾ, വിശദ അന്വേഷണത്തിന് ED എന്നും പറഞ്ഞിട്ടൊരു വാർത്തയും മനോരമയിൽ വന്നിട്ടുണ്ട്. സൂചന ലഭിച്ചത് വ്യാഴാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ. അതാണ് കൊച്ചി CMRലുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി EDക്ക് സൂചന. ഇതാരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ED കേസിൽ വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടാവുമെന്ന തോന്നൽ EDക്കില്ല. വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രതിപട്ടികയിൽ മാറ്റം വരുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നു. EDയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിയുന്നില്ല. എക്സാലോജിക്ക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ പോലും വീണയ്ക്ക് അറിയില്ലെന്ന് ED ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. കുറ്റം നിഷേധിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കാനും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ വീണ നൽകിയിരുന്നു. ഇതേ കേസിൽ കമ്പനികാര്യ നിയമപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ രേഖകളും ED റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തി വ്യാഴാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പുതിയ സൂചനകൾ ലഭിച്ചത്. സുഹൃത്തുക്കളെ, ഇതൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതായത് വീണയ്ക്ക് ഈ പണം വന്നതും ഈ കമ്പനിയുടെ പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല എന്നും മറ്റാരോ വീണയ്ക്ക് പുറകിൽ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്നുമുള്ള സൂചനയാണല്ലോ ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയുടെ നിരീക്ഷണത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നിരുന്നത് എന്നും വീണ ഒരു ഉപകരണം മാത്രമായിരുന്നു എന്നും വീണയെ മൂന്നാം തവണ ചോദ്യം ചെയ്തപ്പോൾ ED ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായി എന്നും അതാരാണെന്ന് അന്വേഷിച്ച് തുടങ്ങി എന്നുമാണല്ലോ ഇപ്പം ED പറഞ്ഞതായി ഇപ്പം വാർത്തകൾ വന്നിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി വീണ പറഞ്ഞതിൽ നിന്നാണ് ഇങ്ങനൊരു ഒരു നിരീക്ഷണത്തിലേക്ക് ഒരു സന്ദേഹത്തിലേക്ക് EDക്ക് എത്തിച്ചേരേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് പിടിയില്ല, ഇതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് ചോദിക്കുമ്പോഴും അവർക്ക് പിടിയില്ല. അപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള പിടി ഇതിനെക്കുറിച്ചിട്ട് ഇല്ല എന്ന് EDക്ക് ബോധ്യമായി. കാര്യമായിട്ടുള്ള പിടിയില്ല എന്ന് പറയുമ്പോഴും കരിമണൽ കമ്പനിയുമായി കരാറുണ്ടാക്കിയിരിക്കുന്നു. ആ കരാറുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നൽകാമെന്ന് ഇവർ പറയുന്നു. അതിന് സേവനമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ഇടപെടലുകളും ഇടപാടും സംബന്ധിച്ച് അതിൽ തൻ്റെ പങ്ക് സംബന്ധിച്ച് വീണയ്ക്ക് കാര്യമായ ഒന്നും പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് EDക്ക് ഇതിനെക്കുറിച്ച് ഒരു സംശയമുണ്ടായത്. സുഹൃത്തുക്കളെ, വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയുടെ ഒരു ബൗദ്ധിക നിലവാരത്തെക്കുറിച്ച് നേരത്തെ മുതൽ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർക്കതിനൊന്നുള്ളൊരു ബൗദ്ധിക നിലവാരമുള്ള സ്ത്രീയായിട്ട് എനിക്ക് അവർ തോന്നിയിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, പഠന നിലവാരം, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള ഒരു വനിതയാണ് അവർ എന്ന് നേരത്തെ മുതൽ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അവരെ ഒരു ഉപകരണമാക്കി നിർത്തിക്കൊണ്ട് അവരുടെ പുറകിൽ നിന്ന് ആരോ ഇതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് ഈ കേസ് ആഴത്തിൽ പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഇത് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ തോന്നുമ്പോൾ ഇതിന് പുറകിൽ നിന്ന് ഈ വീണയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കിയ, വീണയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച ചില ആളുകളുടെ പേരുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൊരാൾ എന്ന് പറയുന്നത് ഒരിടക്കാലത്ത് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. വീണ വിജയൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്നൊരു പേര് നമുക്ക് ഓർമ്മയുണ്ടാവും. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൺസൾട്ടൻസി കമ്പനിയിലെ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജെയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എക്സാലോജിക്കിൽ വീണയുടെ മെൻറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞ ആരോപണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നതാണ്.
അത് പിന്നീട് മാത്യു കുഴൽനാടകമൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. അതൊരു ഘട്ടത്തിൽ വീണയുടെ അച്ഛനായിട്ടുള്ള വിജയൻ അത് ശരിയാണ് എന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടം വരെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി മൂന്നാമതൊരാൾ ഈ ജെയ്ക്ക് ബാലകുമാർ ആണോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരാവുന്നതാണ്. രണ്ടാമത് ഈ മൂന്നാമതൊരാളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പേര് എന്ന് പറയുന്നത് അത് വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 1.5 വർഷക്കാലം ജയിലിൽ കിടക്കുകയും ചെയ്ത ശ്രീമാൻ എം ശിവശങ്കരൻ അദ്ദേഹമാണ് രണ്ടാമത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കഥാപാത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2015 എക്സാലോജിക്ക് കമ്പനി രൂപീകരിക്കാൻ വീണയെ സഹായിച്ചതെല്ലാം അക്കാലത്ത് എം ശിവശങ്കരനായിരുന്നു എന്നുള്ള ആരോപണം നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ വീണയെ ഈ കാര്യങ്ങളിലെല്ലാം സഹായിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ ജെയ്ക്ക് ബാലകുമാർ ആയിരുന്നുവെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വീണയെ സഹായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ആള് എന്ന് പറയുന്നത് എം ശിവശങ്കരനാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിജയൻ്റെ ഏറ്റവും വലിയ കയ്യാളായി പ്രവർത്തിച്ചിരുന്ന, വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന ആളാണ് ശ്രീമാൻ എം ശിവശങ്കരൻ. സ്വർണ്ണക്കള്ളക്കടത്തിലൊക്കെ അയാളുടെ പങ്ക് കാര്യങ്ങളോ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. വിജയനുമായി ഏറ്റവും അടുത്ത് ഈ CMRൽ നിന്ന് വീണ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് പണം വാങ്ങുന്ന സമയത്തൊക്കെ വിജയൻ്റെ ഏറ്റവും വലിയ കയ്യാൾ എം ശിവശങ്കരനായിരുന്നതുകൊണ്ട് ഈ മൂന്നാമതൊരാൾ എം ശിവശങ്കരനാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് രണ്ടാമത്തെ സംശയ കഥാപാത്രം. മൂന്നാമത്തെ സംശയ കഥാപാത്രം എന്ന് പറയുന്നത് വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായിട്ടുള്ള ഫാരിസ് അബൂബക്കറാണ്. ഫാരിസ് അബൂബക്കർ വീണയ്ക്ക് സഹായം കൊടുത്തുകൊണ്ട് വീണയുടെ പുറകിൽ നിന്നിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. വീണയ്ക്ക് വിദേശത്ത് ആസ്തി വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പുറകിൽ ഇയാളുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. വീണയുടെ സഹോദരൻ വിവേക് ദായിക്കണ്ടിക്ക് ഗൾഫിൽ ആസ്തികൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഇയാളുടെ പങ്കുണ്ട് എന്ന് ഉള്ള ആരോപണങ്ങളുണ്ട്. കേരളത്തിൽ വിജയൻ നടത്തുന്ന പല ഡീലുകളുടെയും പുറകിൽ ഇയാളുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. വിജയനു തന്നെ ഫാരിസ് അബൂബക്കറുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഫാരിസ് അബൂബക്കറിൻ്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഫാരിസ് അബൂബക്കറിൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ പോയി മണിക്കൂറുകളോളം വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്കറിയാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഫാരിസ് അബൂബക്കറും വിജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് നമുക്കറിയാം. PS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വെറുക്കപ്പെട്ടവനെന്ന് VS വിളിച്ച ഈ ഫാരിസ് അബൂബക്കറുമായി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിജയന് പൊക്കിൾക്കൊടി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, വീണയ്ക്ക് നേരിട്ട് ഇത്തരം ഒരു ഇടപാടുകൾ നടത്താനുള്ള ബൗദ്ധിക നിലവാരം, അതിനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ ഇതൊന്നും നേരിട്ട് നടത്തിയതായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിന് പുറകിൽ മൂന്നാമതൊരാളുണ്ട് എന്നുള്ള EDയുടെ നിരീക്ഷണം പൂർണ്ണമായും ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മൂന്നാമത് ഉള്ള ആള് 3 പേരായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും ഞാൻ നിരീക്ഷിക്കുന്നു. ഒന്ന്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ജെയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്ന ആൾ വീണയുടെ പുറകിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നെനിക്ക് ഞാൻ നിരീക്ഷിക്കുന്നു. ഒരു ഘട്ടത്തിൽ വീണയുടെ എക്സാലോജിക്കിലെ മെൻറ്റർ അദ്ദേഹമായിരുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ളതും അവരുടെ വെബ്സൈറ്റിലൊക്കെ അത് വന്നിട്ടുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ആളാവാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. 2015 എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കാൻ വീണയെ സഹായിച്ചത് എം ശിവശങ്കരനാണ്. അതിനുശേഷം വീണയ്ക്ക് CMRലുമായി ബന്ധപ്പെട്ട് കരാർ ഉണ്ടാക്കുകയും പണം വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കയ്യാളായും പിണറായി വിജയൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നത് എം ശിവശങ്കരനാണ്. അതുകൊണ്ട് അദ്ദേഹം ആവാനുള്ള സാധ്യതയാണ് കുറച്ചുകൂടി കൂടുതലായി ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ വീണയുടെ പുറകിൽ നിന്ന് ഈ കാര്യങ്ങളിൽ വീണയെ സഹായിച്ച മൂന്നാമതൊരാളായി എനിക്ക് കാണാൻ കഴിയുന്നത് ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞ വിജയൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഒരു വസ്തുദല്ലാളായിട്ടുള്ള ഫാരിസ് അബൂബക്കറാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 പേരായിരിക്കാം, അല്ലെങ്കിൽ ഈ 3 പേരിൽ ഒരാളായിരിക്കാം വീണയുടെ പുറകിൽ നിന്ന് വീണയ്ക്ക് വേണ്ടി ഈ അനധികൃത സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.